ഓം നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. നാരദീയ മഹാപുരാണം അധ്യായം 7, ഗംഗാ മഹാത്മ്യം തുടർച്ച. നാരദൻ ചോദിച്ചു, സകരവംശത്തിലെ ആരാണ് രാക്ഷസഭാവത്തിൽ നിന്നും മോചിതനായത്? ആരാണ് സകരൻ എന്നറിഞ്ഞാൽ കൊള്ളാം. സനകൻ പറഞ്ഞു, സ്പർശം കൊണ്ട് മാത്രം സകരവംശത്തെ ഉദ്ധരിച്ച ഗംഗയുടെ മഹത്വത്തെക്കുറിച്ച് ഞാൻ പറയാം. സൂര്യവംശത്തിൽ മൃഗന്റെ മകനായി ബാഹു എന്ന ഒരു ധർമ്മിഷ്ഠൻ ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ രാജ്യത്ത് വർണ്ണാശ്രമധർമ്മങ്ങളെ നന്നായി പരിപോഷിപ്പിച്ചിരുന്നു. 7 അശ്വമേധങ്ങൾ നടത്തി. ഗോവ്, ഭൂമി, സ്വർണം, വസ്ത്രം എന്നിവ ബ്രാഹ്മണർക്ക് ധാരാളമായി ദാനം ചെയ്തു. നീതിശാസ്ത്രമനുസരിച്ച് ശത്രുക്കളെ നേരിട്ടു. തനിക്കെതിരെ ഒരു ശക്തിയും ഉയരാതെ തൻ്റെ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചു. ജനങ്ങൾ സർവാഭരണഭൂഷിതരായി സന്തോഷത്തോടെ ജീവിച്ചു. ഭൂമി ധാരാളം വിളവ് നൽകി. യഥാകാലം മഴ ലഭിച്ചു. പ്രജകൾക്ക് എന്നും സംരക്ഷണം കിട്ടി. ഒരിക്കൽ രാജാവിൻ്റെ നാശത്തിന് കാരണമായി അഹങ്കാരം ഉടലെടുത്തു. അതിൻ്റെ ഫലമായി ഇങ്ങനെ ചിന്തിച്ചു, ഞാനാണ് സമസ്ത ലോകങ്ങളുടെയും അധിപൻ. ധാരാളം യാഗങ്ങൾ ചെയ്തു. സമർത്ഥനാണ്, ധനവാനാണ്, ശത്രു സംഹർത്താവാണ്, വേദവേദാംഗങ്ങൾ അറിയാം, നീതിശാസ്ത്ര വിശാരദനാണ്, ജയിക്കാൻ കഴിയാത്തവനാണ്, തകർക്കാൻ കഴിയാത്ത ഐശ്വര്യമുണ്ട്. എന്നേക്കാൾ കേമനായോ പൂജ്യനായോ ആരാണ് ഈ ലോകത്തിലുള്ളത്? അഹങ്കാരത്തിൽ നിന്ന് അസൂയയുണ്ടായി. അതിൽ നിന്ന് കാമം ഉടലെടുത്തു. ഇത്രയുമായാൽ ഒരു മനുഷ്യന് നാശം സംഭവിക്കും എന്ന് ഉറപ്പാണല്ലോ. യൗവനം, ധനം, ധിക്കാരം, വിവേകമില്ലായ്മ ഇവയിൽ ഓരോന്നും അനർത്ഥങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. നാലും കൂടിയാലത്തെ അവസ്ഥ പിന്നെ പറയാനുണ്ടോ? ഇദ്ദേഹത്തിന്റെ അസൂയ ലോകത്തിനോട് തന്നെ വൈരാഗ്യം ജനിപ്പിച്ച് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെല്ലാം നശിപ്പിച്ചു. മനസ്സിൽ അസൂയ കടന്നുകൂടിയാൽ ഉമിത്തിയിൽ കാറ്റു തട്ടിയതുപോലെയാണ്. അസൂയ, അഹങ്കാരം എന്നിവയുള്ളവർക്കും പരുക്കൻ വാക്കുകൾ സംസാരിക്കുന്നവർക്കും ഇഹലോകത്തിലും പരലോകത്തിലും സുഖം ലഭിക്കില്ല. ഭാര്യയോ മകളോ ബന്ധുക്കളോ പോലും ശത്രുക്കളായി തീരും. പരസ്ത്രീയെ നോക്കി ആഗ്രഹം പ്രകടിപ്പിച്ചാൽ പോലും അത് നാശത്തിനുള്ള കടാരയായി തീരും. തൻ്റെ സമ്പത്ത് നശിക്കാറാവുമ്പോഴാണ് അന്യന്റെ ശ്രേയസ്സിൽ അസൂയ തോന്നുന്നത്. സുഹൃത്ത്, മക്കൾ, വീട്, വസ്തു, ധനം, ധാന്യം, മൃഗസമ്പത്ത് എല്ലാം ഇതുകൊണ്ട് ഇല്ലാതാകും. അവിനീതനായ ബാഹുവിന് ഐഹയന്മാരും താലയങ്കന്മാരും ശത്രുക്കളായി. ലക്ഷ്മി വല്ലഭൻ അനുകൂലനായാൽ സൗഭാഗ്യം ഉണ്ടാവുകയും വിമുഖനായാൽ അത് നശിക്കുകയും ചെയ്യുമല്ലോ. ഭാര്യ, പുത്രൻ, ധനം, ധാന്യം എല്ലാം ഇതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. മാധവന്റെ കടാക്ഷമുണ്ടായാൽ മൂർഖനും അന്ധനും ബധിരനും ശ്ലാഘനീയരാകും. അസൂയയുടെ അംശമുണ്ടായാൽ സൗഭാഗ്യം നഷ്ടപ്പെടും എന്നത് ജന്തു സഹജമാണ്. ആപത്ത് വരാതിരിക്കണമെങ്കിൽ അഹങ്കാരം ഉണ്ടാകാതിരിക്കണം. രാജാവ് ഐഹയന്മാരും താലജങ്കന്മാരുമായി 1 മാസം തുടർച്ചയായി യുദ്ധം ചെയ്തു. അവസാനം തോറ്റു. ഗർഭിണിയായ ഭാര്യയോടൊപ്പം ദുഃഖിച്ചിരിക്കുമ്പോഴാണ് സരസ് കണ്ടത്. രാജാവിന്റെ ഭാവം കണ്ടിട്ട് സരസിലെ പക്ഷികൾ പറഞ്ഞു, കഷ്ടവും ഘോരവുമായ ഒരു രൂപം ഇവിടെ വന്നിരിക്കുന്നു. എത്രയും വേഗം കൂട്ടിൽ കയറിയാലും. രാജാവ് സരസിൽ കുളിച്ച് അതിലെ വെള്ളം കുടിച്ച് പത്നിമാരോടൊപ്പം വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു. ബാഹു വനത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം സംരക്ഷിച്ചിരുന്ന പ്രജകൾ തന്നെ അദ്ദേഹത്തിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് കഷ്ടം എന്ന് പറഞ്ഞു. ഗുണമുള്ളവനെ എല്ലാവരും പോഴ്ത്തുന്നു. സമ്പത്തുണ്ടെങ്കിലും ഗുണമില്ലെങ്കിൽ ഇകഴ്ത്തുകയാവും ചെയ്യുക. അപകീർത്തിയെപ്പോലെ നാശകമായി ലോകത്തൊന്നുമില്ല. തൻ്റെ പ്രജകൾ തന്നെ നിന്ദിക്കുന്നത് കേട്ട് ബാഹു വനത്തിൽ മരിച്ചതിന് തുല്യനായി കഴിഞ്ഞു. അകീർത്തിയെപ്പോലെ ഒരു മരണമില്ല. ക്രോധത്തെപ്പോലെ ഒരു ശത്രുവില്ല. നിദ്രയെപ്പോലെ ഒരു പാപമില്ല. നിന്ദയെപ്പോലെ ഒരു പാപമില്ല. അസൂയെപ്പോലെ ഒരു അകീർത്തിയില്ല. കാമനെ പോലെ ഒരു അഗ്നിയില്ല. രാഗത്തെ പോലെ ഒരു ബന്ധനമില്ല. സംഘത്തെ പോലെ ഒരു വിഷമില്ല. ഇങ്ങനെയെല്ലാം ചിന്തിച്ച് ബാഹു മനസ്സ് വിഷമിച്ച് പെട്ടെന്ന് വൃദ്ധഭാവം പൂണ്ടു. കുറെ കാലം കഴിഞ്ഞ് അപൂർവന്റെ ആശ്രമ പരിസരത്ത് വെച്ച് അസുഖം ബാധിച്ച് മരിക്കുകയും ചെയ്തു. ഗർഭിണിയായിരുന്ന പത്നി കരഞ്ഞുകൊണ്ട് ബാഹുവിനെ അനുഗമിക്കാൻ ശ്രമിച്ചു. വിറക് കൊണ്ടുവന്ന് ചിതയൊരുക്കി അതിൽ ബാഹുവിന്റെ ശരീരം വെച്ച് അതിൽ കയറാൻ ശ്രമിച്ചു. സമാധിസ്ഥനായിരുന്ന ഔർവൻ ഇതെല്ലാം അറിഞ്ഞു. അസൂയയില്ലാത്ത മഹാത്മാക്കൾ ജ്ഞാനദൃഷ്ടി കൊണ്ട് 3 കാലങ്ങളിലെയും സംഭവങ്ങൾ അറിയുമല്ലോ. തേജോരാശിയായ ഔർവൻ ഉടൻ അവിടെ എത്തി ചിതയിലേക്ക് തന്നെ അർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന സാധ്യയോട് ഇപ്രകാരം ധർമ്മോപദേശം നടത്തി. ഹേ രാജപത്നി, സാഹസം കാണിക്കരുത്. ശത്രുസംഹാരത്തിന് കരുത്തുള്ള ചക്രവർത്തിയാണ് നിന്റെ ഉദരത്തിൽ വസിക്കുന്നത്. ചെറിയ കുട്ടികളുള്ളവരും ഗർഭിണികളും ഋതുകാലം ആരംഭിച്ചിട്ടില്ലാത്തവരും രജസ്വലകളും ചിതാപ്രവേശം ചെയ്യരുത്. ബ്രഹ്മഹത്യക്ക് പോലും പ്രായശ്ചിത്തം വിധിച്ചിട്ടുണ്ട്. എന്നാൽ
അഹങ്കാരിക്കും നിന്ദകനും ഭ്രൂണഹത്യ നടത്തുന്നവനും പ്രായശ്ചിത്തം വിധിച്ചിട്ടില്ല. നാസ്തികനും കൃതജ്ഞനും ധർമ്മത്തെ അനുസരിക്കാത്തവനും വിശ്വാസവഞ്ചകനും പ്രായശ്ചിത്തമില്ല. മഹാപാപം ചെയ്യരുത്, നിങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. മുനിയുടെ വാക്കുകളിൽ വിശ്വാസം തോന്നിയ സാധ്വി മുനിയുടെ പാദങ്ങളിൽ പിടിച്ച് കരയാൻ തുടങ്ങി. ഔർവൻ അവളെ സമാധാനിപ്പിച്ചു. പതിയുടെ ശപഥാപത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. പണ്ഡിതനെയും മൂർഖനെയും ദരിദ്രനെയും ധനികനെയും സൽസ്വഭാവിയെയും ദുഷ്ടനെയും മരണം ഒരുപോലെയാണ് കാണുന്നത്. ഗർഭത്തിലായാലും കുട്ടിയായാലും യൗവനത്തിലായാലും വാർദ്ധക്യത്തിലായാലും ജനിച്ചാൽ മരിക്കേണ്ടി വരും. അതുകൊണ്ട് മനസ്സ് സ്വസ്ഥമാക്കി പതിക്ക് വേണ്ട ക്രിയകൾ ചെയ്താലും ഈ ശരീരം ദുഃഖങ്ങളും രോഗങ്ങളും നിറഞ്ഞതാണ്. ക്ലേശം നിറഞ്ഞ ജീവിതം കർമ്മപാപം കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയെല്ലാം ഉപദേശിച്ച് അദ്ദേഹം അവളെ കൊണ്ട് ഋതുകാര്യങ്ങൾ ചെയ്യിച്ചു. ശോകം ഒന്നടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു, സജ്ജനങ്ങൾ എപ്പോഴും അന്യന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മരങ്ങൾ കായ്ക്കുന്നത് അവയ്ക്ക് തിന്നാനല്ല. അന്യന്റെ ദുഃഖങ്ങളെ മനസ്സിലാക്കി നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നവനാണ് ശരിയായ വിഷ്ണു. ശാസ്ത്രങ്ങൾ രചിച്ചിട്ടുള്ളത് പരദുഃഖ ദൂരീകരണത്തിനാണ്. സജ്ജനങ്ങൾ ഉള്ളിടത്ത് ദുഃഖത്തിന് പ്രസക്തിയില്ല, സൂര്യനുള്ളിടത്ത് ഇരുട്ടുണ്ടാവുകയില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് മുനി വിധി പോലെ പരേതാത്മാവിന് ശാന്തിക്രിയകൾ ചെയ്തു. മുനി അവിടെ നിൽക്കുമ്പോൾ തന്നെ രാജാവ് ചിതയിൽ നിന്നും വിമാനത്തിലേക്ക് കയറി. മുനിയെ നമസ്കരിച്ച് പരമപദം പൂകി. മഹാപാതകം ചെയ്തവരായാലും മഹാന്മാരുടെ സംരക്ഷണത്തിൽ പരമപദം നേടാം. അങ്ങനെ ഒരാളുടെ ശരീരത്തിന്റെ ഭസ്മവും പുകയും പോലും പരമപദത്തിൽ എത്തിക്കുന്നു. പതിയുടെ ക്രിയകളൊക്കെ ചെയ്തു കഴിഞ്ഞ് അവൾ മുനിയുടെ ആശ്രമത്തിൽ ചെന്ന് മുനി ശുശ്രൂഷ ചെയ്ത് കാലം കഴിച്ചു. ഇതോടുകൂടി 7ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.